ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ദുരന്തർ മൂവിയുടെ ഒരു റിവ്യൂ അല്ല, അതിൻ്റെ പൊളിറ്റിക്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരുപാട് കോൺട്രവേഴ്സീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിലൊരുപാട് ഈ നിലവിലുള്ള ഗവൺമെൻറ്റിന് പ്രകീർത്തിക്കുന്ന പോലെ പ്രൊപ്പഗണ്ട രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കുറേ അലിഗേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ധ്രുവ് റാഠയുടെ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഭയങ്കര പോപ്പുലറായിട്ട്. അതിനെതിരെ ഒരുപാട് ബാക്ക്ലാഷും വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ലെറ്റ്സ് സീ എന്താണ് ശരിക്കുമുള്ള യാഥാർത്ഥ്യമെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ പറയാലോ, സിനിമ ഞാൻ ലേറ്റായിട്ടാണ് കണ്ടത്, ലാസ്റ്റ് വീക്കെൻഡിലാണ് കണ്ടത്. പക്ഷേ നല്ല വീഡിയോ ആണ്, നല്ല സിനിമയാണ്. എല്ലാ സൈഡ്സും ടെക്നിക്കൽ സൈഡ്സ് എല്ലാം വളരെ നന്നായിരുന്നു. ആസ് എ ഫിലിം ഇറ്റ്സ് എക്സെപ്ഷണൽ. അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും, മ്യൂസിക്കും സ്കോറും സോങ്സും, അതിൽ തുടങ്ങി കൊറിയോഗ്രഫി, ഫൈറ്റ് കൊറിയോഗ്രഫി, അതിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാർ, കാസ്റ്റിംഗ്, അതേപോലെ തന്നെ അവരുടെ ആക്ടിങ്, ആർട്ട്, മേക്കപ്പ്, കോസ്റ്റ്യൂം, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം ഒന്നിനൊന്നിന് അടിപൊളിയാണ്. ആസ് എ ഹോൾ പാക്കേജ് ഭയങ്കര വർത്തി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. പൊളിറ്റിക്സും ബാക്കി കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ആസ് എ മൂവി എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. ഡ്യൂറേഷൻ കുറച്ച് കൂടുതലാണ്, അറൗണ്ട് 3.5 hour അങ്ങനെ എന്തോ ആണ് ഡ്യൂറേഷൻ, റൺ ടൈം. പക്ഷേ അത്രയും നേരം ഒരു തരത്തിലുള്ള മുഷിപ്പും തോന്നാതെ ഫുള്ളി എൻഗേജ്ഡ് ആയിട്ടുള്ള സിനിമയായിരുന്നു. ഇടയ്ക്കുള്ളൊരു റൊമാൻസിൻ്റെ ട്രാക്ക് ഉണ്ട്, അത് കുറച്ചൊന്ന് നിങ്ങളെ മടുപ്പിക്കാം. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരു ലാഗോ ഒന്നും തന്നെ ഇല്ല. അന്യായ സ്ക്രീൻ പ്രസൻസ്, അന്യായ ആക്ടിങ്, എല്ലാവരുടെയും, പ്രത്യേകിച്ച് ഹീറോയിൻ്റെയും വില്ലൻസിൻ്റെയൊക്കെ അന്യായ സ്ക്രീൻ പ്രസൻസാണ്, അന്യായ ആക്ടിങ് ആണ്. സ്വാഗ് ഭയങ്കരമാണ്. എല്ലാവരും കണ്ട് എൻജോയ് ചെയ്യാം. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ടോപ്പിക്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം, അതായത് ദുരന്തറിൻ്റെ പൊളിറ്റിക്സ് വരുന്നതിനെക്കുറിച്ച്. അതിന് മെയിനായിട്ട് മൂവിനെക്കുറിച്ച് കുറച്ച് നെഗറ്റീവ്സ് പറയുന്നുണ്ട്. ഒന്ന്, അതിലെ വയലൻസാണ്. നമ്മൾ ഒരുപാട് വയലൻറ്റ് മൂവീസ് കണ്ടിട്ടുണ്ട്. വയലൻറ്റ് എന്ന് മാർക്കറ്റ് ചെയ്ത് തന്നെ ഒരുപാട് മൂവീസ് കണ്ടിട്ടുണ്ട്. ലൈക്ക് കിൽ നമ്മൾ കണ്ടാണ്, മാർക്കോ, അതേപോലെ തന്നെ ഹിറ്റ്, കേസ് 3 ഒക്കെ കണ്ടാണ്. അതെല്ലാം വയലൻസിന് വേണ്ടി നിർമ്മിച്ച സിനിമ പോലെയാണ് അവർ മാർക്കറ്റ് ചെയ്തിരിക്കുന്നത്, അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അത് എന്താ പറയുക, അത് അതിൻ്റെ തന്നെ ഒരു കാറ്റഗറിയിൽ വരുന്ന പോലത്തെ ഒരു സ്ലാഷർ മൂവീസായിട്ട് വരും. നിങ്ങൾ ഇംഗ്ലീഷ് മൂവീസൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണെന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് മൂവീസ് ഇറങ്ങുന്നുണ്ട് ഹോളിവുഡിലൊക്കെ. അപ്പോൾ അതുപോലെ ഒരു മൂവിയാണോ ചോദിച്ചാൽ അല്ല. ദിസ് ഫിലിം ഡിമാൻഡ്സ് ദിസ് ടൈപ്പ് ഓഫ് വയലൻസ്. ഈ മൂവി ഇങ്ങനെയുള്ള വയലൻസ് ശരിക്കും ആവശ്യപ്പെടുന്നു. അതായത് അതിൽ ഡെപിക്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇത്ര വയലൻസോടെ വേണ്ടി തന്നെ കാണിക്കണം, എന്നാലേ ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ വയലൻസ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇൻടാക്റ്റ് ആയിരുന്നു. അത് കൂടുതലോ കുറവോ അങ്ങനെ തോന്നിയിട്ടില്ല. കുറച്ച് ഇൻ്ററഗേഷൻ സീൻസ് അല്ലെങ്കിൽ കുറച്ച് ഫൈറ്റ് സീക്വൻസിലൊക്കെയുള്ള വയലൻസ് കുറച്ച് ആൾക്കാർക്കൊക്കെ ഭയങ്കര ഒരു സോഫ്റ്റ് ഹാർട്ടഡായിട്ടുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മൂവീസ് കണ്ട് ശീലമില്ലാത്തവർക്ക് കുറച്ചൊരു ഡിസ്റ്റർബിംഗ് ആയി തോന്നാം. ബട്ട് മേക്കേഴ്സ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതൊരു അഡൾട്ട്സ് ഓൺലി മൂവിയാണ്, 18+ മൂവിയാണ്. സോ അപ്പോൾ കുട്ടികളെ അങ്ങനെ ബാധിക്കാനുള്ള രീതിയിലല്ല എടുത്തിരിക്കുന്നത്. ബട്ട് സോഫ്റ്റ് ഹാർട്ടഡായിട്ടുള്ള ആൾക്കാരാണ് പറഞ്ഞാൽ ഈ സീക്വൻസൊക്കെ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. നൗ മൂവിങ് ഓൺ ടു ദ പൊളിറ്റിക്സ് ഓഫ് ദ ഫിലിം. നമ്മുടെ ഋത്തിക് റോഷൻ പറഞ്ഞ പോലെ ആളുടെ ഒരു റിവ്യൂ, അതായത് സിനിമ റിലീസായ ദിവസം തന്നെ ആൾ ഒരു റിവ്യൂ പറഞ്ഞിരുന്നു. അതായത് ഐ ഡോണ്ട് എഗ്രി വിത്ത് ദ പൊളിറ്റിക്സ് ഓഫ് ദ ഫിലിം, ബട്ട് ഇറ്റ്സ് എ വെരി എക്സെപ്ഷണൽ ടെക്നിക്കലി മെയ്ഡ് ഫിലിം എന്ന്. അതായത് സിനിമ വളരെയധികം നല്ലതാണ്, വളരെ എക്സെപ്ഷണലാണ്, എല്ലാ രീതിയിലും ഭയങ്കര നല്ല സിനിമയാണ്. ബട്ട് ഞാൻ അതിൻ്റെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ അത് സംസാരിക്കുന്ന രാഷ്ട്രീയത്തോട് പൂർണ്ണമായി യോജിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ഋത്തിക് റോഷൻ ആളുടെ ഇനീഷ്യലായിട്ടുള്ള ഒപ്പീനിയൻ പറഞ്ഞത് സിനിമയെക്കുറിച്ച്. ഞാൻ പറഞ്ഞു വരുന്നത് അതുതന്നെയാണ്. അതായത് ഈ മൂവി ആദ്യം തുടങ്ങി വെക്കുന്നത് ഫിക്ഷണലായിട്ടുള്ള, അതായത് ക്രിയേറ്റീവായിട്ട്, ഫാക്റ്റല്ല, ഫിക്ഷണലായിട്ടുള്ള സ്റ്റോറിയാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാണ് സിനിമ ആദ്യം തുടങ്ങുന്നത്. പോകെ കുറച്ച് കഴിഞ്ഞ് അപ്രോച്ച് ചെയ്യുമ്പോൾ
അത് പിന്നെ ചേഞ്ച് ആവും. വി ആർ മെൻഷനിങ് റിയൽ ലൈഫ് ഇൻസിഡൻസ്, റിയൽ ലൈഫ് പീപ്പിൾ, റിയൽ ലൈഫ് ഓപ്പറേഷൻസ്, റിയൽ ലൈഫ് അറ്റാക്സ്, ഈ സാധനങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം അവർ പറഞ്ഞത് ഇതൊരു ഫിക്ഷണൽ സ്റ്റോറി എന്നാണ്, പക്ഷേ അതിനോടൊപ്പം റിയൽ വേൾഡ് ഹാപ്പനിങ്സ് അവർ നല്ലപോലെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ അതിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു മൂവി കാണുമ്പോൾ അതിലിപ്പോൾ ഈ റിയൽ വേൾഡ് ഫുട്ടേജസ്, അതായത് ദുരന്തറിൻ്റെ കേസ് തന്നെ പറയും, 26/11 മുംബൈ അറ്റാക്സിൻ്റെ വിഷ്വൽസ് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കാണ്ഡഹാർ ഫ്ലൈറ്റ് ഹൈജാക്കിനെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പാർലമെൻറ്റ് അറ്റാക്സ് കാണിക്കുന്നുണ്ട്. റിയൽ ഫുട്ടേജസ് കാണിക്കുന്നുണ്ട്. അബ്ദുൽ കസബിൻ്റെയും ബാക്കിയുള്ള തീവ്രവാദികളുടെയും വോയിസ് നോട്ടും കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ആയിട്ടൊരു പാർട്ടി തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതിനോടൊപ്പം ഇത്രയും കാണിക്കുമ്പോൾ ഓഡിയൻസിൻ്റെ മനസ്സിലൊരു ഒരു ലെജിറ്റായിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി ഫീലാണ് തരുന്നത് മൂവി. അതായത് റിയൽ ആയിട്ടുള്ള ഫൂട്ടേജസ്, റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് മേക്കേഴ്സ് നമ്മുടെ ഫ്രണ്ടിൽ. സോ ഇവരുടെ മുന്നിൽ ഒരു അഡ്വാൻറ്റേജ് വരികയാണ്. അതായത് അവരിനി അടുത്തത് എന്താണോ കാണിക്കുന്നത് അതെല്ലാം ഈ ഒരു റിയൽ വേൾഡ് സിനാരിയോട് ചേർന്ന് നടക്കുന്ന കാര്യമാണെന്ന് അവർക്കൊരു വരുത്തി തീർക്കാൻ പറ്റും. അവിടെയാണ് ഈ റിയൽ പ്രൊപ്പഗണ്ട ഇരിക്കുന്നത്. അതായത് ഈ റിയൽ വേൾഡ് സിനാരിയോസ് കാണിച്ചതിന് ശേഷം, റിയൽ വേൾഡ് ഹാപ്പനിങ്സ് എല്ലാം കാണിച്ചതിന് ശേഷം അവർ പറയുന്ന വേറെ കുറേ കാര്യങ്ങളുണ്ട്. അതായത് കറൻസി നോട്ട് പ്ലേറ്റ്സ്, അതായത് നമ്മുടെ നോട്ടടിക്കുന്ന കമ്മട്ടം, അതിൻ്റെ ഒരു സ്കാമിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് UPA ഗവൺമെൻറ്റിൻ്റെ ടൈമിൽ UPA ഒരു മിനിസ്റ്റർ, അദ്ദേഹം ഈ നമ്മുടെ 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടിൻ്റെ കമ്മട്ടം അത് വേറൊരു യൂറോപ്യൻ കമ്പനി, അതേപോലെ തന്നെ വേറെ കുറേ ടെററിസ്റ്റ് ഗ്രൂപ്പ്സ്, വേറെ ഇല്ലീഗൽ ഗ്രൂപ്പ്സിന് വേണ്ടി അത് വെച്ചൊരു സ്കാം നടത്തിയെന്ന് പറഞ്ഞാൽ അവരൊരു പാട്ട് കാണിക്കുന്നുണ്ട് ആ സിനിമയിൽ. ഇതിൽ കള്ളനോട്ടിൻ്റെ ബിസിനസ് ഒരു വലിയൊരു ഫാക്ടറായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ എവിടെയും ഇപ്പോൾ നമ്മുടെ പുതിയ NDA സർക്കാർ വന്നിട്ട് ഓൾമോസ്റ്റ് 11-12 ഇയേഴ്സ് ആവാറായി. ഇതുവരെ അതിന് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രതി ഉണ്ടെന്നോ അതോ ഈ അലിഗ്ഡ് ആയിട്ടുള്ള മിനിസ്റ്റർ കുറ്റക്കാരനാണോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഇൻഫാക്റ്റ് ആ കേസ് തന്നെ സീരിയസ് അല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. തീരെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടും ഇല്ല, ഒരു പ്രൂഫും ഇല്ല. എന്നാലും അവർ പറഞ്ഞിരിക്കുന്നത് മുമ്പുള്ള ഗവൺമെൻറ് ഇങ്ങനെ വരുത്തി തീർത്തു എന്നുള്ള രീതിയിലാണ് അവർ പോർട്രേ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഞാൻ കുറേ സിനിമ കണ്ട ആൾക്കാരുടെ അടുത്ത് ഡിസ്കസ് ചെയ്തപ്പോൾ അവരും ബിലീവ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഇതാണ്, മുന്നുള്ള ഗവൺമെൻറ് ഈ ഒരു സ്കാമിൽ കൂട്ടുനിന്നുള്ള രീതിയിൽ. പക്ഷേ ഓൺലൈൻ അങ്ങനെ ഒരു കാര്യങ്ങൾ തന്നെയില്ല. അപ്പോൾ ഇതൊരു പ്രോപ്പഗണ്ട രീതിയാണ്. അതേപോലെ തന്നെയാണ് സിനിമയിൽ ഒരുപാട് തവണ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന മുമ്പുള്ള ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുമ്പോൾ ഇപ്പോഴുള്ള ഗവൺമെൻറ്, അതായത് ഇപ്പോഴുള്ള റൂളിംഗ് പാർട്ടി ഭയങ്കര സ്പൈനുള്ളതാണ്, ഭയങ്കര ശക്തിയുള്ളതാണ്, ഭയങ്കര റിയാക്റ്റീവാണ്, ഇന്ത്യയുടെ സെക്യൂരിറ്റി ഭയങ്കര സംഭവമാണ്, അങ്ങനെയുള്ള രീതിയിൽ ഓവർ ഗ്ലോറിഫൈ ചെയ്യാൻ നോക്കിയിരിക്കുന്നത്. അതായത് ഇന്നാരെങ്കിലും നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമ്മുടെ സെക്യൂരിറ്റി അടിപൊളിയാണ്, ആ കാലത്ത് ഭയങ്കര വീക്കായിരുന്നു എന്നുള്ള രീതി. ഇൻഫാക്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് നാൾ മുമ്പ് തന്നെയായിരുന്നു, മോദി ഗവൺമെൻറ്റിൻ്റെ ടൈമിൽ തന്നെയായിരുന്നു നമ്മുടെ കശ്മീരിൽ ബസ് ആക്രമണം നടന്നത്. പട്ടാളക്കാരുടെ ബസ്സിൽ തീവ്രവാദികൾ ബോംബ് വെച്ചിട്ട് അത് പൊട്ടിത്തടഞ്ഞത്, ഉറിയിലുള്ള ആക്രമണം നടന്നത് എല്ലാം NDA ഗവൺമെൻറ്റിൻ്റെ ടൈമിൽ തന്നെയാണ്. അപ്പോൾ ഈ സെക്യൂരിറ്റി ബേസിസിലുള്ള ഈ ഓവർ ഗ്ലോറിഫിക്കേഷൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ നിങ്ങളിത് പറഞ്ഞ പോലെ നിങ്ങൾ മൂവി കാണുകയാണെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കൂ. ഒരു സബ് ടെക്സ്റ്റിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അതായത് പഴയ ഗവൺമെൻറ്റുള്ള സമയത്ത് എന്തും ചെയ്യാം, തീവ്രവാദികൾ കോൺഫിഡൻ്റ് ആയിട്ട് എല്ലാം ചെയ്യാം, ഇപ്പം അങ്ങനെയല്ല, ഇപ്പം അങ്ങനെയാണെന്നുള്ളൊരു ഗ്ലോറിഫിക്കേഷൻ ഇപ്രാവശ്യം ഈ മൂവിയിൽ അധികമില്ല. പക്ഷേ നെക്സ്റ്റ് മൂവിയിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. ഇപ്പോൾ പഴയ ഗവൺമെൻറ്റിനെ പഴിചാരുകയാണെങ്കിൽ നെക്സ്റ്റ് മൂവിയിൽ ഫുള്ള് ഓവർ ഗ്ലോറിഫിക്കേഷൻ ആയിരിക്കും. സോ അത് നിങ്ങൾ നോക്കുക ഒന്ന്. പിന്നെ നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ലെങ്കിൽ ഈ കറൻസി നോട്ടിൻ്റെ ഈ പ്ലേറ്റ്സ് അല്ലെങ്കിൽ കമ്മട്ടത്തിൻ്റെ സ്കാമോ അതിനുള്ള റിപ്പോർട്ട്സൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻ്റർനെറ്റ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു റിപ്പോർട്ട്സും അവൈലബിൾ അല്ല. ഓക്കെ, സോ ഇതാണ് എൻ്റെ വ്യൂ ദുരന്തറിലുള്ള. നിങ്ങളുടെ വ്യൂ എന്താണെന്ന് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ പോയിട്ട് കണ്ടു നോക്കുക. വളരെ നല്ല മൂവിയാണ്. ഇതൊരു മൂവിനെ മൊത്തത്തിൽ ഡീഗ്രേഡ് ചെയ്യാനുള്ള ഒരു വീഡിയോ ഒന്നുമല്ല. നല്ലൊരു മൂവിയിൽ എനിക്ക്
ചെറിയൊരു ഡിസ്റ്റർബൻസായി തോന്നിയ ഒരു ചെറിയൊരു പ്രോപ്പഗണ്ട സ്വഭാവമുള്ള ഒരു ഫാക്ടർ. അത് പറഞ്ഞു പോകാമെന്നുള്ള രീതിയിൽ പറഞ്ഞാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് എൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള ഡയറക്ടറാണ്, ഭയങ്കര ഇഷ്ടമുള്ള ക്രൂ ആണ്, അവരുടെ മൊത്തം ടീം തന്നെ അടിപൊളിയാണ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അടിപൊളിയാണ്, മസ്റ്റ് വാച്ച് മൂവിയാണ്. പക്ഷേ ഈ സാധനങ്ങൾ ഒന്ന് മൈൻഡിൽ വെക്കുക. കാരണം ഇതൊരു വിഷ്വൽ മീഡിയ മാധ്യമമാണ്. അതിന് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പവർ ഭയങ്കര അധികമാണ്. പ്രത്യേകിച്ച് ഈ ഒരു കോമ്പിനേഷനിൽ, അതായത് നാഷണലിസം, പാട്രിയോട്ടിസം, ടെററിസം, ഇങ്ങനെയുള്ള ഫീലിങ്സും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ, ബിഗ് സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആൾക്കാരെ എങ്ങനെ വേണമെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. സോ അതൊന്ന് മിസ്യൂസ് ചെയ്തോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് റീസൺ ചെയ്ത് നോക്കാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. ബൈ.